കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേരളത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം. കേന്ദ്രം തടഞ്ഞുവെച്ച 11,800 കോടി ഉൾപ്പെടെ 13,608 കോടി രൂപ ഇന്നു തന്നെ കൈമാറണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കടമെടുപ്പ് പരിധിയിലെ 15,000 കോടി രൂപയിൽ കേന്ദ്രവും കേരളവും സമവായ ചർച്ച നടത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. പ്രശ്നം പരിഹരിക്കാൻ ഹർജി പിൻവലിക്കണമെന്ന് വ്യവസ്ഥ വയ്ക്കാൻ പാടില്ലെന്നും കോടതി പറഞ്ഞു. അർഹമായ 13,608 കോടി രൂപയാണ് കേരളത്തിന് ലഭിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിൻ്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും ബജറ്റ് പരിഗണനകൾ വ്യത്യസ്തമാണെന്നും സംസ്ഥാന ബജറ്റിനെ നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന് അധികാരമില്ലെന്നും കേരളത്തിന്റെ വാദം. സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് ബജറ്റ് പരിഗണനകൾ തീരുമാനിക്കുന്നത് കേന്ദ്രമല്ല, സംസ്ഥാനങ്ങളാണ്. ഇതിനുള്ള ഭരണഘടനാപരമായ അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും കേരളത്തിന്റെ വാദം. കേരളത്തിന്റെ അടിയന്തര ആവശ്യം എന്താണെന്ന് സുപ്രീം കോടതിയുടെ ചോദ്യം. സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും പ്രതിസന്ധിയുണ്ടെന്നും കേരളത്തിന്റെ മറുപടി. കേരളത്തിന് സാമ്പത്തിക സഹായം നേടേണ്ട അടിയന്തര സാഹചര്യമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേരളത്തിന്റെ ആവശ്യങ്ങൾ ഗൗരവമുള്ളത് എന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി 13,608 കോടി രൂപ ഇന്നു തന്നെ കൈമാറണമെന്നും കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേരളം ക്രച്ചസിലെന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറലിന്റെ പരിഹാസം. ഇത്തവണ സഹായിക്കാം, എന്നും സഹായം ഉണ്ടാവില്ലെന്നും കേരളത്തോട് കേന്ദ്ര സർക്കാർ. സഹായമല്ല, നിയമപരമായ അവകാശമാണ് ചോദിക്കുന്നതെന്ന് കേരളത്തിന്റെ മറുപടി. 13,608 കോടി രൂപയ്ക്ക് പുറത്തുള്ള തുകയിൽ സമവായ ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കോടതിയിൽ ഹർജിയുണ്ട് എന്നത് മനസ്സിൽ വയ്ക്കാതെ ചർച്ച നടത്തണം. സമവായ ചർച്ച നടക്കുമ്പോൾ പരസ്യ പ്രസ്താവനകൾ നടത്തരുത് എന്നും സുപ്രീം കോടതി. 15,000 കോടി രൂപയുടെ കടമെടുപ്പ് പരിധിയിൽ ചർച്ച നടക്കുന്നത് ശുഭകരമായ കാര്യമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. കോപ്പറേറ്റീവ് ഫെഡറലിസം വിജയിക്കുന്നതിന് വേണ്ടി ഏറ്റവും സഹായകരമായ നിലപാട് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് സഹായകരമാണ് ഈ കാര്യം. അതുകൊണ്ട് കോടതി പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ സംഗതികളും സന്തോഷത്തോടെ വളരെ ശുഭകരമായി തന്നെ ഈ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.